വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ടെറിസിന്റെ എക്സ്റ്റേണൽ മോർഫോളജിയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് പറയുന്നത് അതിന്റെ ഇന്റേണൽ അനാട്ടമിയാണ്. എങ്ങനെയാണ് ഓരോ ഭാഗത്തും ടെറിസിന്റെ ഓരോ പോർഷനിലും സെൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മെയിനായിട്ട് അതിന്റെ പ്ലാൻ ബോഡിനെ നമ്മൾ തിരിച്ചിരുന്ന ആ ഒരു ഇതിൽ തന്നെയാണ്, ഓർഡറിൽ തന്നെയാണ് പറയുന്നത്. റൈസോമ്, ലീഫ്, പീറ്റിയോള്, റൂട്ട്, ഈ 4 സെക്ഷൻസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് കാണാന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് റൈസോം. റൈസോം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, അങ്ങനെ ക്രീപ്പിംഗ് ആയിട്ട് മണ്ണിലൂടെ പോകുന്ന ആ ഒരു സെക്ഷനാണ് റൈസോം എന്നുള്ളത്. അതിൽ എങ്ങനെ ഉണ്ടാവും, റൂട്ട്സ് അറേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. റൂട്ടിന്റെ നേരെ മുകളിലായിട്ടായിരിക്കും ഇതിന്റെ ലീഫുകൾ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പോൾ ഇതിൽ നമ്മൾ സെക്ഷൻ എടുക്കുന്ന സമയത്ത് റൈസോമിന്റെ ഇപ്പോൾ ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ അതിന്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് 4 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ 4 ഭാഗങ്ങളാണ് നോർമലി നമ്മൾ കാണുന്ന പോലെ തന്നെ എല്ലാം ഒരുപോലെയാണ്. മീൻസ് എപ്പിഡെർമിസ് ഉണ്ടായിരിക്കും, കോർട്ടെക്സ് ഉണ്ടായിരിക്കും, എൻഡോഡെർമിസ് ഉണ്ടായിരിക്കും, സ്റ്റീൽ ഉണ്ടായിരിക്കും. ഇത് തന്നെയല്ലേ നോർമലി എല്ലാ ഇതിലും കാണാറുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗത്ത് കൺഫ്യൂഷൻ വേണ്ട. എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, സ്റ്റീല്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ ഒരു പ്ലാന്റിന്റെ ഇപ്പൊ ടെറിസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ടെറിഡോളജിയിൽ പെടുന്ന ഏത് പ്ലാന്റിന്റെ ആണെങ്കിലും അതിന്റെ എല്ലാത്തിന്റെയും സെക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഭാഗങ്ങൾ ഏകദേശം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഏകദേശം ഒക്കെ എല്ലാ പ്ലാന്റിനും ഈക്വൽ ആയിരിക്കും. അവരുടെ അറേഞ്ച്മെന്റിൽ മാത്രമേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഓരോന്നും എടുത്തെടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല, ഒരെണ്ണം പഠിച്ചാൽ മതി. ബാക്കിയുള്ള നമുക്ക് ചിലപ്പോൾ അത് മെയ്ഡ് ചെയ്തിട്ടുള്ള ടിഷ്യൂസിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഓരോന്നും എടുത്തെടുത്ത് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഈ 4 ഭാഗങ്ങൾ എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, സ്റ്റീല്. ഇനി അവരുടെ അറേഞ്ച്മെന്റ് നോക്കിയാൽ എപ്പിഡെർമിസ് ആണെങ്കിൽ ഓക്കെ, എപ്പിഡെർമിസ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഇത് എപ്പിഡെർമിസ് എന്നുള്ളത്. അതിനൊരു ക്യൂട്ടിക്കിൾ കൊണ്ടുള്ള കവറിങ് ഉണ്ടായിരിക്കും. ക്യൂട്ടിക്കിൾ പറഞ്ഞാൽ എന്തായിരുന്നു, ഏറ്റവും പുറത്തുള്ളൊരു കവറിങ് ആണ് അല്ലേ. ഇതാണ് എപ്പിഡെർമിസ് എന്നുണ്ടെങ്കിൽ, ഇതാണ് എപ്പിഡെർമിസ് എങ്കിൽ ഈ ടോപ്പിൽ കാണുന്ന ലെയർ ആണ് എന്ത്, ക്യൂട്ടിക്കിൾ. പിന്നെ അതുപോലെ എപ്പിഡെർമിസ് സിംഗിൾ ലെയർഡ് ആണ്. ഓക്കെ, ഇതിപ്പോ സിംഗിൾ ലെയർഡ് ആയിട്ടുള്ള നമ്മൾ വരച്ചിട്ടുള്ളത്. എപ്പിഡെർമിസ് എന്താണ്, സിംഗിൾ ലെയർഡ് ആണ്. മോസ്റ്റ് പ്ലാന്റ്സിന് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എപ്പിഡെർമിസ് സിംഗിൾ ലെയർഡ് ആണ്, ക്യൂട്ടിക്കിൾ പ്രസന്റ് ആണ്. പിന്നെ ഒരു ഭാഗം നോക്കേണ്ടത്, ക്യൂട്ടിക്കിൾ എൻറ്റയർ ആ ഒരു റൈസോം മൊത്തം കവർ ചെയ്തിട്ടായിരിക്കും ഒരു ക്യൂട്ടിക്കിൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ഒന്നും അങ്ങനെ ഉണ്ടായിരിക്കില്ല. പിന്നെ ഒരു ടേമാണ് റാമൻഡം. റാമൻഡം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ സം ഗ്രോയിങ് യങ് പാർട്സ് ഇറ്റ് മേ കവേർഡ് ബൈ റാമൻഡം. അതായത് ഈ നമ്മുടെ റൈസോം ഉണ്ടല്ലോ, റൈസോം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു പ്ലാന്റിന്റെ ഭാഗം വരച്ചില്ലേ ടോപ്പില്, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു പോർഷൻ ആണെങ്കിൽ അതിന്റെ ടിപ്പില് അത് വളർന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ അറ്റത്ത് എന്തായിരിക്കില്ല ഉണ്ടായിരിക്കുക, ക്യൂട്ടിക്കിളൊന്നും ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. പകരം അതിനെ കവർ ചെയ്ത് ഇപ്പൊ സ്കെയിൽസ് കൊണ്ടൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റീവ് കവറിങ് കൊടുക്കില്ലേ, അതേപോലെ ഇവിടെ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനാണ് റാമൻഡം എന്ന് പറയുന്നത്. ഓക്കെ, അതിങ്ങനെ യങ് പാർട്സിനെ കവർ ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ്, അതാണ് റാമൻഡം. ഓക്കെ, നിങ്ങൾക്ക് 1 വേർഡിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം, റാമൻഡം ഏത് പ്ലാന്റിലാണ് കാണുന്നത്, അങ്ങനെ ചോദിക്കാം കേട്ടോ. ഇനി കോർട്ടെക്സ്, സെക്കൻഡ് ഭാഗമാണ് കോർട്ടെക്സ് എന്നുള്ളത്. കോർട്ടെക്സ് ഒരുവിധം നമ്മുടെ റൈസോമിന്റെ ബൾക്ക് മൊത്തം എന്താണ്, കോർട്ടെക്സ് ആണ്. മീൻസ് ഇപ്പൊ റൈസോമ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്ര ഭാഗമാണുള്ളതെന്നുണ്ടെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും എന്തായിരിക്കും, ഇത്ര ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ പോർഷൻസ് മൊത്തം എന്തായിരിക്കും, അതിന്റെ കോർട്ടെക്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ആ കോർട്ടെക്സിനെ മെയിൻ ആയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഔട്ടർ കോർട്ടെക്സും ഇന്നർ കോർട്ടെക്സും. അങ്ങനെ തന്നെയായിരിക്കുമല്ലോ അല്ലെ എല്ലാത്തിലും. 2ആയിട്ടാണെങ്കിൽ ഔട്ടർ കോർട്ടെക്സും ഇന്നർ കോർട്ടെക്സും ഉണ്ട്. ഇവിടെ ഔട്ടർ കോർട്ടെക്സ്, ഇന്നർ കോർട്ടെക്സ്. ഈ ഔട്ടർ കോർട്ടെക്സ് ഹൈപ്പോഡെർമിസ് എന്ന് അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഇവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിന്റെ തൊട്ട് താഴെ എവിടെ, ഇപ്പൊ ഇതല്ലേ എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെയാണ് എന്തുണ്ടാവാറ്. ഞാൻ ജസ്റ്റ് ഇപ്പോ ഇങ്ങനത്തെ സെല്ല് വരയ്ക്കുന്നേന്നുള്ളൂ കേട്ടോ, ഈ ഷേപ്പ് തന്നെ ആവണമെന്നില്ല. നമുക്ക് സെക്ഷൻ കാണാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. താഴെ ഇങ്ങനെ കോർട്ടെക്സ് ആണ് മെയിൻ ബൾക്ക് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പല പല ലെയറുകളായിട്ട്, ഒരുപാട് ലെയറുകളായിട്ടാണ് കോർട്ടെക്സ് ഉണ്ടായിരിക്കാം. അതിന്റെ കോർട്ടെക്സിന്റെ ഔട്ടർ പോർഷൻ, ഇത് എപ്പിഡെർമിസ്, ഇത് ക്യൂട്ടിക്കിള്. ഓക്കെ, അപ്പൊ ഈ കോർട്ടെക്സിന്റെ ഏറ്റവും
മുകളിലത്തെ ഭാഗം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറുകൾ, ആ ഒരു 2-3 ലെയറുകളാണ് ഹൈപ്പോഡെർമിസ്. ഓക്കെ, കോർട്ടെക്സിന്റെ ഈ ഒരു 2-3 ലെയറുകളാണ് ഹൈപ്പോഡെർമിസ്. ബാക്കിയുള്ള ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത് സ്ക്ലീറൻ കൈമാറ്റസ് സെൽസ് കൊണ്ടാണ്. ഓക്കെ, കോർട്ടെക്സിന്റെ ഔട്ടർ കോർട്ടെക്സ് ഉണ്ടാക്കിയിട്ടുള്ള ഹൈപ്പോഡെർമിസ് എന്തുകൊണ്ടാണ്? സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. ഇനി ഇന്നർ കോർട്ടെക്സ് ആണെങ്കിലോ അത് പാരൻ കൈമാറ്റസ് ആണ്. അപ്പൊ അവിടെ സെൽസിന്റെ സെല്ലില് വേരിയേഷൻ വന്നു അല്ലെ. ഔട്ടർ കോർട്ടെക്സ് സ്ക്ലീറൻ കൈമാറ്റസ് ആയിരുന്നു, ഇന്നർ കോർട്ടെക്സ് പാരൻ കൈമാറ്റസ് ആണ്. ഇനി എൻഡോഡെർമിസ് നോക്കിയാലോ. എൻഡോഡെർമിസ് യൂണിസെറേറ്റ് ആണ്. യൂണിസെറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിസെറേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിംഗിൾ ലെയേർഡ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഒരു ലെയർ സെല്ലുകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മളിപ്പോൾ എപ്പിഡെർമിസിന്റെ കാര്യം പറഞ്ഞില്ലേ, സിംഗിൾ ലെയേർഡ് എന്ന്, അത് തന്നെയാണ് യൂണിസെറേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻഡോഡെർമിസ് അങ്ങനെയാണുള്ളത്. ഇനി സ്റ്റീലാർ റീജിയൻ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷൻ ഇല്ലേ, നമ്മൾ മാറ്റി നിർത്തിയ ഒരു പോർഷൻ, ഇതാണ് സ്റ്റീലാർ റീജിയൻ. സ്റ്റീലാർ റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ സൈലം, ഫ്ലോയം, പിത്ത് ഉണ്ടെങ്കിൽ പിത്ത്, ആ ആളുകളൊക്കെ ആയിരിക്കും സ്റ്റീലാർ റീജിയനിലുണ്ടായിരിക്കാം. അപ്പോൾ ഇതിന്റെ സ്റ്റീൽ നോക്കുകയാണെങ്കിൽ ഓരോ സ്പീഷീസിനനുസരിച്ചിട്ട് അതിന്റെ ഓർഗനൈസേഷനിൽ വ്യത്യാസം വരും. ചിലപ്പോൾ സൈലം ആയിരിക്കും ഫസ്റ്റിൽ ഉണ്ടാവുക, ചിലപ്പോൾ ഫ്ലോയം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതൊക്കെ ഓരോ സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏതില്, ടെറിസില്. ഓക്കെ, പിന്നെ ഈ ഒരു സ്റ്റീലാർ റീജിയനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്, ഒരു ഇവിടെ പുറത്തൊരു പെരിസൈക്കിൾ ഉണ്ട്. ഓക്കെ, ഈ ബ്ലൂ കളറിലുള്ളതാണ് ഇത് പെരിസൈക്കിൾ. അങ്ങനെ ഒരു പെരിസൈക്കിൾ ഉണ്ടായിരിക്കും കവർ ചെയ്തിട്ട്. ഇനി അതിന്റെ ഉള്ളിലുള്ള സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ അറേഞ്ച്മെന്റിലാണ് സ്പീഷീസിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കുക. പല വ്യത്യാസങ്ങളും ഉണ്ടാവും. അങ്ങനെ 3 ടൈപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതാ നോക്കിയേ, സൊളനോസ്റ്റീല്, അതുപോലെ ഡിക്റ്റിയോസ്റ്റീല്, പിന്നെ മിക്സ്ഡ് പ്രോട്ടോസ്റ്റീല്. ഇതിന്റെ സൊളനോസ്റ്റീൽ ആണെങ്കിൽ എന്താണ്? The vascular tissue in the stem form a central cylinder around with pith. അതായത് ഇവിടെ സൊളനോസ്റ്റീൽ ആണെങ്കിൽ ഒരു പിത്ത് ഉണ്ടായിരിക്കും. നമുക്ക് ഇതാണ് ഒരു പിത്ത് എന്നുണ്ടെങ്കിൽ ആ പിത്തിനെ കവർ ചെയ്തിട്ടായിരിക്കും എന്തുണ്ടായിരിക്കാം, നമ്മുടെ വാസ്കുലർ ടിഷ്യൂസ് ഉണ്ടായിരിക്കും. മീൻസ് സൈലവും ഫ്ലോയും ഉണ്ടായിരിക്കും, ഒരു പിത്തിനെ കവർ ചെയ്തിട്ടായിരിക്കും. അതാണ് സൊളനോസ്റ്റീൽ. ഇനി സെക്കൻഡ് വൺ ആണെന്നുണ്ടെങ്കിൽ ഡിക്റ്റൈലോസ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടായിരിക്കുക? വാസ്കുലർ സ്ട്രാൻഡ്സ് ഇന്റർ കണക്റ്റഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ്. എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ്? വാസ്കുലർ സ്ട്രാൻഡുകൾ ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല ബണ്ടിൽസ് ആയിട്ടായിരിക്കും നമ്മളവിടെ സ്റ്റീൽ കാണാം. ഓക്കെ, ഇപ്പം ഇതാണ് സ്റ്റീലാർ റീജിയൻ എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു പോർഷൻ ആണ് കേട്ടോ, ഈ ഒരു ചെറിയ പോർഷൻ ഇല്ലേ അത് എൻലാർജ് ചെയ്തതാ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ പല പല ബണ്ടിൽസ് ആയിട്ടായിരിക്കും, ഇങ്ങനെ പല പല ബണ്ടിൽസ് ആയിട്ടായിരിക്കും എന്ത് കാണാം, നമ്മുടെ സൈലവും ഫ്ലോയും കാണാം. പല ബണ്ടിൽസ് ആയിട്ട്. അതാണ് ഡിക്റ്റൈലോസ്റ്റീൽ. ഇനി മിക്സ്ഡ് പ്രോട്ടോസ്റ്റീൽ ആണെങ്കിലോ, അതാണെന്നുണ്ടെങ്കിൽ ലോവർ റീജിയൻ ഈസ് സിഫണോസ്റ്റീൽ. അതിന്റെ ലോവർ പാർട്ട് എന്തായിരിക്കും? സിഫണോസ്റ്റീൽ ആയിരിക്കും. ഇനി എപ്പെക്സിന്റെ ഭാഗങ്ങൾ സൊളനോസ്റ്റീൽ ആയിരിക്കും. സൊളനോസ്റ്റീലിക് എന്ന് പറഞ്ഞാൽ സൊളനോസ്റ്റീൽ പിത്തിന്റെ ചുറ്റിലും ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ എന്താണ് സ്പീഷീസ് അനുസരിച്ചിട്ട് വാരി ചെയ്തതാണ് ഈ സ്റ്റീലിന്റെ ഓർഗനൈസേഷൻ ഒക്കെ. ഇനി അതിൻ്റെ ഒരു സെക്ഷനാണിത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾ കണ്ടോ, ഈ പോർഷനിലൊക്കെ ഈ കളർ കാണുന്നില്ല അല്ലേ? കാണുന്നൊരു എടുക്കാം. ഓക്കെ, ഈ ഒരു പോർഷൻ, അതുപോലെ ഈ പോർഷൻ, ഇങ്ങനെ കുറേ സ്ഥലത്ത് തിക്കായിട്ട് സെല്ലുകൾ നിൽക്കുന്നത് കാണുന്നില്ലേ ഇവിടെയൊക്കെ? അതുകളൊക്കെ എന്താണ്? അവിടെയൊക്കെ നമ്മുടെ ഫ്ലോയോ ആണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ സെല്ലുകൾ കൂടി നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ബണ്ടിൽസ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന്, അതുപോലെ. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ സെന്റർ റീജിയനിൽ കണ്ടില്ലേ ഇങ്ങനെ ഒരു യു അല്ലെങ്കിൽ ഒരു വി ഷേപ്പിൽ കാണുന്നില്ലേ? അതാണ് സൈലം. അവിടെ വലിയ സെല്ലുകളുണ്ട്, ചെറിയ സെല്ലുകളുണ്ട്. ആ സെല്ലുകളാണ് എന്ത്? മെറ്റാസൈലം. ചെറിയ സെല്ലുകളാണ് പ്രോട്ടോസൈലം അല്ലെ? പ്രോട്ടോസൈലം എന്താണ്? ചെറിയ സൈസിലുള്ള സൈലം സെല്ലുകളാണ്. മെറ്റാസൈലം ആണെങ്കിൽ ലാർജ് സൈസിലുള്ള സൈലം സെല്ലുകളാണ്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഫ്ലോയം കാണുന്നുണ്ട്. പിന്നെ കവർ ചെയ്തിട്ട് എന്നിട്ട് പെരിസൈക്കിൾ ഉണ്ട്. പെരിസൈക്കിൾ എന്താണ്, എങ്ങനെയാണ്? പെരിസൈക്കിളോട് കവർ ചെയ്തിട്ടാണ് ഈ സ്റ്റീലാർ റീജിയൻ ഉള്ളത്. പിന്നെ അതിനെ ഒരു യൂണിസെറേറ്റ് ആയിട്ടുള്ള എൻഡോഡെർമിസ് ഉണ്ടായിരിക്കും സെക്ഷൻ. ഇനി അടുത്ത പോർഷനാണ് ലീഫ് നോക്കിയാൽ ലീഫിനെ മെയിനായിട്ട് നോർമലി എല്ലാ ലീഫിനെയും നോക്കുന്ന പോലെ തന്നെ 3 പോർഷനാണുള്ളത്. അപ്പർ എപ്പിഡെർമിസ്, ലോവർ എപ്പിഡെർമിസ്, മീസോഫില്. ഇതുപോലെയാണല്ലോ എല്ലാ ലീഫും ഉണ്ടാവുക. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലീഫിന്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക.
ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലീഫിൻ്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക. അതായത് ഇവിടെ ഇങ്ങനെ തിക്ക് പോർഷനിൽ കാണുന്നില്ലേ, അതാണ് അതിൻ്റെ മിഡ് റിബ്. എന്താണ് മിഡ് റിബ്? ഇതാണ് അതിൻ്റെ മിഡ് റിബ് പോർഷൻ. ഇത്രയും പോർഷനാണ് അതിൻ്റെ മിഡ് റിബ് പോർഷൻ. അവിടെയാണ് വാസ്കുലർ സ്റ്റാൻഡ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആ ഒരു ഭാഗത്ത് മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? വാസ്കുലർ സ്റ്റാൻഡ് ഉണ്ടായിരിക്കുള്ളൂ. മീൻസ് അവിടെ മാത്രമേ നമ്മുടെ സൈലവും ഫ്ലോയും പ്രസന്റ് ആയിരിക്കുള്ളൂ. ഈ ഒരു സെൻട്രൽ റീജിയനിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ അതിൻ്റെ ചുറ്റും എന്തുണ്ടായിരിക്കും? എൻഡോഡെർമിസ് ഉണ്ടായിരിക്കും, അതുപോലെ എപ്പിഡെർമിസ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ പോർഷൻസും ബണ്ടിൽ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കും. ഈ ഒരു മിഡ് റിബിലുള്ള ആ ഒരു വാസ്കുലർ റീജിയൻ കവർ ചെയ്തിട്ട് എൻഡോഡെർമിസ് ഉണ്ടായിരിക്കും, ബണ്ടിൽ ഷീറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടലി ഒരു എന്താണ് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വാസ്കുലർ പോർഷനാണ് ഇതിൻ്റെ മിഡ് റിബ് പോർഷനിൽ ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ അപ്പർ എപ്പിഡെർമിസ് ഉണ്ട്, ലോവർ എപ്പിഡെർമിസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അത് ഈ പോർഷനിലൊക്കെയാണ്. ഇവിടെ ലോവർ എപ്പിഡെർമിസ്, ഇവിടെ അപ്പർ എപ്പിഡെർമിസ്, അതേപോലെ തന്നെ ഇവിടെയും ലോവർ, ഇവിടെ അപ്പർ. ഇവിടെ ഈ രണ്ട് റീജിയനിലും പാലിസൈഡ് ടിഷ്യൂസും അതുപോലെ സ്പോഞ്ചി ടിഷ്യൂസ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. പക്ഷെ ഈ മിഡ് റിബ് റീജിയനിൽ മാത്രം എന്തില്ല? പാലിസൈഡ് സ്പോഞ്ചി ആയിട്ട് സെല്ലുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? അവിടെ നമ്മുടെ വാസ്കുലർ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്പോഞ്ചി പാലിസൈഡ് സെല്ലുകളൊക്കെ ഒന്നുമില്ല. അതിന്റെ സെക്ഷൻ ഇങ്ങനെയാണ് വരിക. ഈ കാണുന്ന ഈ ഒരു പോർഷൻ, ഓക്കെ, ഈ ഒരു പോർഷനില്ലേ, ഇതാണ് അതിന്റെ മിഡ് റിബ് പോർഷൻ. ഇവിടെയാണ് സൈലവും ഫ്ലോയും ഒക്കെ ഉള്ളത്. സൈലം നേരത്തെ കണ്ട പോലെ തന്നെ സൈലം സെന്ററിലാണ്, ഫ്ലോയും അതിന്റെ ചുറ്റുമുണ്ട്. കവർ ചെയ്തിട്ടൊരു പെരിസൈക്കിൾ ഉണ്ട്, അതിനെയും കവർ ചെയ്തിട്ടൊരു എന്താണ് എൻഡോഡെർമിസ് ഉണ്ട്. ഓക്കെ, അത്രയും ഭാഗമാണ്. ഇതൊക്കെ നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂസ് ആണ്. ചുറ്റും കാണുന്നതൊക്കെ ഗ്രൗണ്ട് ടിഷ്യൂസ് ആണ്. പിന്നെ ഇവിടെ പാലിസൈഡ് അതുപോലെ സ്പോഞ്ചി ടിഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് കാണുന്നു എന്നല്ലേ പറഞ്ഞേ? ഇങ്ങനെയല്ലേ കാണുന്നേ? അപ്പോൾ ഈ ഇത്രയും പോർഷനിലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും പോർഷനിൽ എന്തുണ്ട്? സ്പോഞ്ചി പാലിസൈഡ് സെല്ലുകൾ കാണും. ഓക്കെ, ഇവിടെ പാലിസൈഡ് സ്പോഞ്ചി സെല്ലുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ നോക്കി, ഇവിടെ ഇങ്ങനെ കുറെ പ്രൊജക്ഷൻസ് കണ്ടോ? ഇതാണ് നമ്മുടെ സോറസ്. സോറൈ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇതൊക്കെ റീപ്രൊഡക്ഷന്റെ ഭാഗം വരെ നമുക്ക് കൂടുതലായിട്ട് അവരുടെ സ്ട്രക്ചർ ഒക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റൊമാറ്റ കാണുന്നില്ലേ? ഈ ഒരു പോർഷനിൽ കണ്ടോ? ഇവിടെ സ്റ്റൊമാറ്റ. ഇതില് ഈ ഒരു ടെറിസില് സ്റ്റൊമാറ്റ ലോവർ പാർട്ടിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ലീഫിന്റെ ലോവർ എപ്പിഡെർമിസിൽ മാത്രമാണ് സ്റ്റൊമാറ്റ കാണുന്നത്. അപ്പർ എപ്പിഡെർമിസിൽ സ്റ്റൊമാറ്റ കാണില്ല. അതാണ് ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ അപ്പർ എപ്പിഡെർമിസ് എങ്ങനെയാണ്? ലാർജ് ആണ്, തിക്ക് വോൾഡ് ആണ്. ലാർജ് ആണ്, തിക്ക് വോൾഡ് ആണ്. ലോവർ എപ്പിഡെർമിസ് ആണെങ്കിലോ സ്മോൾ ആണ്, തിന്നാണ്. മാത്രമല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റൊമാറ്റാസ് ആകെ കാണുന്നത് ആ ലോവർ എപ്പിഡെർമിസിൽ മാത്രമാണ്. അത് എന്തുകൊണ്ടായിരിക്കും ലോവർ എപ്പിഡെർമിസിൽ മാത്രം കാണുന്നത്? കാരണം മുകളിലാണെങ്കിൽ അപ്പർ എപ്പിഡെർമിസ് ആണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് വരും, അപ്പോൾ വാട്ടർ ലോസ് കൂടുതലായിരിക്കും അല്ലെ? വാട്ടർ ലോസ് സ്റ്റൊമാറ്റോ കൂടെയാണല്ലോ വാട്ടർ പോകുന്നത്. പക്ഷെ ലോവർ സൈഡിലാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ലോവർ സൈഡിൽ മാത്രം എന്തുള്ളത്? ആ ഒരു സ്റ്റൊമാറ്റ കാണുന്നത്. മീസോഫിൽ ആണെന്നുണ്ടെങ്കിലോ മേ ഓർ മേ നോട്ട് ബി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകീമ. എന്താണ്? ചിലപ്പോൾ ഈ ഒരു മീസോഫിൽ സെൽസ് പാലിസൈഡും സ്പോഞ്ചി സെൽസും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ നമ്മൾ കണ്ട ഈ ഒരു സെക്ഷനിൽ എങ്ങനെയാണ്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? അടുത്തതാണ് പീറ്റിയോള്. പീറ്റിയോൾ ആണെങ്കിൽ എങ്ങനെയാ? ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു 3 പാർട്സ്. ഏതൊക്കെയാ? എപ്പിഡെർമിസ്, കോർട്ടെക്സ്, സ്റ്റീല്. ഇവിടെ നമ്മൾ എൻഡോഡെർമിസ് എന്ന് പറഞ്ഞത് എഴുതിയിട്ടില്ല എന്നുള്ളൂ. ഒരുവിധം എല്ലാ ഭാഗങ്ങളും റൂട്ടിന്റെ പോലെ തന്നെയാണ്. നമ്മുടെ റൈസോമിന്റെ പോലെ തന്നെയാണ്. റൈസോമിന് നിങ്ങൾ ഏതൊക്കെ പാർട്ട് പഠിച്ചോ അതൊക്കെ ഇവിടെ ഉണ്ട്, ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഇതിന്റെ സ്റ്റീലാർ റീജിയൻ ഉണ്ടല്ലോ, മീൻസ് സൈലം ഫ്ലോയൊക്കെ ഉണ്ടല്ലോ, അത് സി അല്ലെങ്കിൽ ഒരു വി ഷേപ്പിലാണ് കാണുന്നത്. സൈലത്തിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഫ്ലോയ ഉണ്ടാവുക. അപ്പൊ ഇതാണ് സൈലം എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഫ്ലോയം. സൈലത്തിനെ സറൗണ്ട് ചെയ്തിട്ട് ഫ്ലോയ ഉണ്ടായിരിക്കും. സാധാരണ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നിരുന്നതിലൊക്കെ അങ്ങനെയായിരുന്നു അല്ലെ? ഇതാണ് അതിന്റെ ഒരു സെക്ഷൻ, പീറ്റിയോളിന്റെ സെക്ഷൻ. ഇത് നോക്കി നോക്കിയേ, ഏറ്റവും പുറത്ത് ക്യൂട്ടിക്കളുടെ കവറിങ് ഉണ്ട് അല്ലെ? ക്യൂട്ടിക്കളിന്റെ കവറിങ് ഉണ്ട്. ദെൻ യൂണിസെറേറ്റ് ആയിട്ടുള്ള എപ്പിഡെർമിസ് ഉണ്ട്. ഇതല്ലേ നമ്മൾ റൈസോമിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതുപോലെ കോർട്ടെക്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? ഇത് ഔട്ടർ കോർട്ടെക്സ്, ഇത് ഇന്നർ കോർട്ടെക്സ്. ഔട്ടർ കോർട്ടെക്സ് ആണ് ഹൈപ്പോഡെർമിസ്, ഇന്നർ കോർട്ടെക്സ് നോർമൽ, ഇന്നർ കോർട്ടെക്സ്. ഇനി അതിന്റെ അകത്ത് എന്തുണ്ട്? എൻഡോഡെർമിസ് ഉണ്ട്. ദെൻ അകത്ത് എന്തുണ്ട്? പെരിസൈക്കിൾ ഉണ്ട്, ഫ്ലോയ ഉണ്ട്,
സൈലത്തിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലോയം കാണുന്നത്. സൈലത്തിലാണെങ്കിൽ 2 ടൈപ്പ് സൈലം സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? മെറ്റാസൈലംസും ഉണ്ട്, പ്രോട്ടോസൈലം ഉണ്ട്. ഇതാണ് പറഞ്ഞത്, കണ്ടോ? രണ്ടും സെയിം അല്ലേ, അതുകൊണ്ടാണ് ഒരുവിധം എല്ലാ പോർഷൻസും ഒരേ പ്ലാന്റിന്റെ ഒരേപോലെ ആയിരിക്കും. ഇനി റൂട്ടിന്റെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പിഡെർമിസ്, കോർട്ടിക്സ്, എൻഡോഡെർമിസ്, സ്റ്റീലം. സെയിം അതുപോലെ തന്നെ കോർട്ടിക്സിന്റെ കാര്യം നോക്കിയേ. ഇന്നർ കോർട്ടിക്സ് പാരൻകൈമാറ്റസ് ആണ്, ഔട്ടർ കോർട്ടിക്സ് എന്താണ്? സ്ക്ലീറൻകൈമാറ്റസ് ആണ്. ഔട്ടർ കോർട്ടിക്സ് ഹൈപ്പോഡെർമിസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീറ്റിയോളിന്റെ കാര്യത്തിൽ പറഞ്ഞ സെയിം കാര്യം തന്നെ എവിടെയും പറയുന്നത്. ഇനി സ്റ്റീലാർ റീജിയൻ ആണെന്നുണ്ടെങ്കിലോ പ്രോട്ടോസ്റ്റീലാണ്. എക്സാർക്കും അല്ലെങ്കിൽ ഡയാർക്ക് കണ്ടീഷനിലൊക്കെ കാണാറുണ്ട്. പിന്നെന്താ, ക്യൂട്ടിക്കിളോട് കവർ ചെയ്തിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെയാണ്, പിറ്റിയോളിന്റെ പോലെ തന്നെയാണ് എന്ത് റൂട്ടിന്റെ പോർഷൻ ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നെന്താ പറഞ്ഞേ? ടെറിസിന്റെ ഇന്റേണൽ അനാട്ടമിയാണ് പറഞ്ഞത്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കുറേ പറഞ്ഞ പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. ജസ്റ്റ് ഇപ്പൊ പോയിന്റ് പറഞ്ഞില്ലേ, ആ പോയിന്റുകൾ നോക്കി അത് തന്നെ പഠിച്ചു വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് എക്സാമിന് എഴുതാം.